വെൽക്കം ബാക്ക് ടു ലൊബീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓവൺ ഇല്ലെങ്കിൽ എങ്ങനെ നോൺ സ്റ്റിക്ക് പാനിൽ എങ്ങനെ നല്ല ഒരു പെർഫെക്റ്റ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലൊബീസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഓറഞ്ചാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 2 എണ്ണമാണ്, 2 വലിയ ഓറഞ്ച്. അപ്പം നല്ല നീരുള്ള ഓറഞ്ചാണ്, അല്ലെങ്കിൽ 3 എണ്ണം എടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ തൊലി കളയാൻ പാടില്ല, തൊലിയും മാറ്റി വെക്കണം, നമുക്കിതിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്ക് എടുത്ത് വെക്കാം. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 3/4 കപ്പ് ജ്യൂസെങ്കിലും ഉണ്ടാവണം. അത്രയും ഇല്ലെങ്കിൽ വെള്ളം ചേർക്കാതെയാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. അത്രയും ഇല്ലെങ്കിൽ വീണ്ടും ഓറഞ്ച് പിഴിഞ്ഞെടുക്കണം. അതവിടെ ഇരിക്കട്ടെ. ഇനി വേണ്ടത് കറുത്ത കളറ് ഉണക്കമുന്തിരിയാണ്. അപ്പോൾ ഇതിപ്പം ഇതിനകത്ത് അകത്ത് സീഡ് ഉള്ളതായിരുന്നു, ഞാൻ അതിൻ്റെ അരിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ പ്ലം കേക്കിന് കറുത്ത കളർ ഉണക്കമുന്തിരി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചുകൂടി കളർ കിട്ടും കേക്കിന്. അപ്പോൾ ഞാനിതിപ്പോൾ 1 കപ്പോളം ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഇതിപ്പം പൊമിഗ്രാനേറ്റ് ഉണക്കിയതാണ്, നമ്മുടെ മാതളങ്ങ ഉണക്കിയതാണ്. ഇപ്പം ഇത് ചേർക്കണമെന്നില്ല, ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ചേർത്തു എന്നേ ഉള്ളൂ. ഇതിന് പകരമായിട്ട് നമ്മുടെ ചെറി ചേർത്താലും മതി, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഇതിവിടെ ഇരുന്നത് കൊണ്ട് ഞാൻ കേക്കിലിട്ടങ്ങ് തീർക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ചെറി ചേർത്താലും മതി. നമുക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ ഞാനിതൊരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതുപോലെ ഒരു എയർ ടൈറ്റ് ഗ്ലാസ് ജാർ വേണം. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്താൽ മതി. അപ്പം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഫ്രൂട്ട്സ് ഡ്രൈഡ് ഫ്രൂട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ എടുത്ത് വെച്ച മാതളങ്ങ ഉണക്കിയതും ഇതിലേക്ക് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് നല്ല കളറിൽ കാണാം. ഇത് കുറച്ച് കളറുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ നമ്മുടെ കറുത്ത കിസ്മിസ് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എടുക്കുന്ന അളവിനനുസരിച്ചുള്ളത് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 3 കേക്കിനുള്ളതാണ് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടും നന്നായിട്ട് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാരയും കൂടി ഇതിലിട്ടത്. പഞ്ചസാരയും ഇട്ട് നമ്മുടെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര ഇതിനകത്തുള്ള ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തൊന്ന് കൊടുക്കാം. ഇപ്പം ഇതിലെല്ലാം പഞ്ചസാര ആയിട്ടുണ്ട്, നന്നായിട്ട് പഞ്ചസാര എല്ലായിടത്തും പിടിച്ചു വന്നിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഒരു 3 ദിവസമെങ്കിലും വെച്ചിരിക്കണം. കുറഞ്ഞത് 2 ദിവസം എന്തായാലും വെക്കണം. 3 ദിവസം വെച്ചാൽ നന്നായിട്ട് വരും. ഇനി ഇതിൽ നമ്മുടെ ഓറഞ്ച് ജ്യൂസും കൂടി ചേർക്കണം. അപ്പം നിങ്ങളുടെ കയ്യിലിപ്പം ഗ്രേപ്പിൻ്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർക്കാം. ഇപ്പം ഞാൻ ചേർക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ്. ഓറഞ്ച് ജ്യൂസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. 3 ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ വൈൻ പോലെ നല്ല കളറിൽ ഇങ്ങനെ പുറത്ത് വരും. ഇനി നമുക്ക് അടച്ച് സൂക്ഷിക്കാം. ഇപ്പോൾ 3 ദിവസമൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അതിൽ കൂടുതൽ ദിവസം വെക്കുന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. അല്ലെങ്കിൽ 2-3 ദിവസമാണെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വെക്കാം. ഇതിപ്പം ഇതിലെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഇതെല്ലാം കുറച്ച് വെള്ളമൊക്കെ ഈ ഉണക്കമുന്തിരിയിലൊക്കെ പിടിച്ച് വരും. ഇപ്പോൾ തന്നെ കളർ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് അടച്ച് എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ച് വെക്കാം. ഇപ്പം ഒരുപാട് ഒരാഴ്ചയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പം ഞാൻ 3 ദിവസമേ വെക്കുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസമെങ്കിലും വെച്ചാൽ മാത്രമേ കേക്കിന് നല്ല കളറും അതുപോലെ നല്ല പ്ലംസിൻ്റെ ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. ഇനി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ ഞാൻ 3 കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് 8 മുട്ട വേണം. 4 കപ്പ് മാവാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 2 എണ്ണം വെച്ചിട്ട് 4 കപ്പിന് 8 മുട്ട വേണം. അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ ഒന്നിൽ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇലക്ട്രിക് ബീറ്റർ എടുക്കാം. ഇനി ഒന്നും ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. മിക്സിയിലിട്ട് നന്നായിട്ട് മുട്ട അടിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പം ഞാൻ ഇലക്ട്രിക് ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കണം. ഒരു 3 കപ്പ് ബട്ടർ വേണ്ടി വരും. മെൽറ്റ് ചെയ്തതാണ് ചേർക്കാനുള്ളത്. റൂം ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്തെടുത്താലും മതി. ബട്ടറിന് പകരമായിട്ട് ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. ഞാനിപ്പം ബട്ടറാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പം 4 കപ്പ് മാവിന് വേണ്ടിയിട്ടുള്ളതാണ് കാണിക്കുന്നത്. 4 കപ്പ് മാവിന് 3 കപ്പ് ബട്ടർ ചേർത്തിട്ടുണ്ട്, 8 മുട്ടയും ചേർത്തിട്ടുണ്ട്. ബട്ടറും ചേർത്ത് നന്നായിട്ട് മുട്ട ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഓരോന്നും പ്രത്യേകം ബീറ്റ് ചെയ്തെടുത്താലേ കേക്ക് നന്നായിട്ട് റെഡി ആവുള്ളൂ. അപ്പം നമ്മൾ 3 ദിവസം വെച്ച ഈ ഉണക്കമുന്തിരി
നമുക്കിനി ഇതിൽ നിന്ന് എടുക്കണം. ഇനി ഈ വെള്ളം ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനർ എടുത്തിട്ട് നമ്മുടെ ജ്യൂസ് മാത്രം വേർതിരിച്ചെടുക്കണം. ഇപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് ജ്യൂസ് പിടിച്ച് നല്ല സോക്കായിട്ടിരിക്കുവാണ്. അപ്പം അതിൽ ജ്യൂസ് മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് വേർതിരിച്ചെടുക്കണം. നമുക്ക് ആ ജ്യൂസ് മാത്രമല്ല ഉണക്കമുന്തിരിയും വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പം ജ്യൂസ് മാത്രം വേർതിരിച്ച് എടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എല്ലാം കളയണം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ജ്യൂസ് എടുക്കാൻ. അതിൽ ഉണക്കമുന്തിരിയിൽ ഒട്ടും ജ്യൂസ് ഇരിക്കാൻ പാടില്ല. ആ രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഇരിക്കുവാണെങ്കിൽ പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് നന്നായിട്ട് വരില്ല. അപ്പോൾ നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് പിഴിഞ്ഞെടുക്കുവാണ്. ജ്യൂസ് വേറെ ആയിട്ടും ഉണക്കമുന്തിരിയും പോമിഗ്രാനൈറ്റ് വേറെ ആയിട്ടും എടുക്കാം. ഇപ്പോൾ ചെറി ആണെങ്കിൽ ചെറി. അപ്പോൾ ജ്യൂസ് നല്ല കറുത്ത കളറിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നല്ല അതുപോലെ തന്നെ ഇത് ഇതുപോലെ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണം ഇനി ഇതിൽ കേക്കിൽ ചേർക്കാൻ. അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഏകദേശം ഒരു 3/4 കപ്പോളം ജ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജ്യൂസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ജ്യൂസ് ചേർത്തതിന് ശേഷം വീണ്ടും ബീറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾ മിക്സിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആദ്യം മുട്ട അടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ബട്ടർ ഇട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. വീണ്ടും ഈ ജ്യൂസ് ഇട്ടിട്ട് വീണ്ടും അടിച്ചെടുക്കാം. മിക്സിയിലായാലും നന്നായിട്ട് തന്നെ കിട്ടും. പിന്നെ ഒരു ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ്, പെട്ടെന്ന് ശരിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് ആയാലും മതി. അപ്പോൾ നിങ്ങൾ അടിക്കുന്ന സമയത്ത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം. എങ്കിലേ ഇത് കേക്ക് നന്നായിട്ട് റെഡിയായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. ഒരു 2.5 ടീസ്പൂൺ ആയാലും മതി. ഒരു നമ്മുടെ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള വാനില എസൻസ് ഇതിലേക്ക് ചേർക്കണം. അപ്പം ഇത് ബട്ടറിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ വാനില എസൻസ് ചേർക്കുമ്പോൾ മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. ഞാൻ ബ്രൗൺ ഷുഗർ ചേർക്കുമ്പോൾ നല്ല കളർ കിട്ടും കേക്കിന്. ഇതിപ്പം ചെറിയ ബ്രൗൺ കളറേ ഉള്ളൂ. നല്ല ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ഷുഗറും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല കളർ കിട്ടും. ഞാനിപ്പം 2 കപ്പ് ബ്രൗൺ ഷുഗറും 1 കപ്പ് വൈറ്റ് ഷുഗറുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 4 കപ്പ് മാവിന് വേണ്ടി 4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കേണ്ടത്. ബേക്കിംഗ് പൗഡറാണ്, സോഡയല്ല. ബേക്കിംഗ് പൗഡർ 4 ടീസ്പൂൺ. ഇനി ബേക്കിംഗ് സോഡ ചേർക്കണം. അതൊരു 1/4 ടീസ്പൂൺ മതി. അപ്പോൾ 4 കപ്പ് മാവിന് അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും വേണം. അപ്പോൾ 4 കപ്പ് മാവിന് 4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഈ പഞ്ചസാരയുടെ കൂടെ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ബേക്കിംഗ് പൗഡർ ഷുഗറിൽ നന്നായിട്ട് മിക്സായി കിട്ടും. അതിനാണ് മിക്സിയിലിട്ടൊന്ന് പൊടിക്കുന്നത്. ഇനി ഇതിലേക്ക് മാവിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർക്കുന്നത് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദയാണ്. ഇത് 4 കപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേക്കിനായിട്ട് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഏതെങ്കിലും മെഷറിംഗ് കപ്പ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചായ കുടിക്കുന്ന സാധാ നോർമൽ ഗ്ലാസ് എടുത്തിട്ട് എല്ലാം അതിൽ കൃത്യമായിട്ട് വേണം അളന്നെടുക്കാൻ. എല്ലാ സാധനങ്ങളും ഒരുപോലെ റെഡിയായി വന്നാലേ കേക്ക് റെഡിയാവുള്ളൂ. അപ്പോൾ ആ ഷുഗറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം ചേർന്ന ആ മിക്സും പിന്നെ നമ്മുടെ മൈദ ഫ്ലോറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ തന്നെ ഇട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കുവാണെങ്കിൽ നന്നായിട്ട് ഇത് മിക്സായി കിട്ടും. ഇനി നമ്മൾ എഗ്ഗും ബട്ടറും ബീറ്റ് ചെയ്തതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം കുറച്ച് ഈ മിക്സ് ചേർത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ അത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം സ്പീഡ് കുറച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്യണം. മിക്സിയിലാണെങ്കിലും ആദ്യം ഒന്ന് സ്പീഡ് കുറച്ച് ബീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ 1 2 3 എന്നുള്ള സ്വിച്ച് ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് കൂട്ടിയിട്ട് മിക്സ് ചെയ്യണം. അപ്പം ഞാൻ വീണ്ടും കുറച്ചുകൂടി ഫ്ലോർ ചേർക്കുന്നുണ്ട്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ ആ മിക്സ് എല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യണം. അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ 4 കപ്പ് മാവുള്ളത് കൊണ്ട് 3 കപ്പിനുള്ളതുണ്ട്. അപ്പം ഒരുപാട് സ്റ്റെപ്പായിട്ടാണ് ഞാനിത് 4-5 സ്റ്റെപ്പായിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിക്സിയിലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടായാലും. ഇപ്പം മിക്സിയിലാവുമ്പോൾ ഇത് കട്ടിയായി വരുന്തോറും നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ മിക്സിയിൽ നിന്ന് എടുത്തതിന് ശേഷം പിന്നെ ഒരു സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എത്രത്തോളം ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടോ എത്രത്തോളം എല്ലാം മിക്സ് ആവുന്നുണ്ട്. അപ്പോൾ അതുപോലെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരും.
ഇപ്പോൾ നന്നായിട്ട് മിക്സ് വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്നും കൂടി ഒരു സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വുഡൻ സ്പൂൺ വെച്ചിട്ടോ ഒന്നും കൂടി ഇളക്കി എടുക്കണം നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാലും. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും കൂടിയൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കുറച്ച് ദിവസം മുമ്പ് മാറ്റി വെച്ച ആ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതാണിത്. അപ്പോൾ അതും മാറ്റി വയ്ക്കണം. ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇനി അതുപോലെ തന്നെ നമ്മളെ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതാണിത്. അപ്പം നമ്മളിപ്പോൾ ഒരു 2 ഓറഞ്ച് എടുത്തെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ തൊലി മതി ഗ്രേറ്റ് ചെയ്തതിലേക്ക്. അതിലേക്ക് 1 ടീസ്പൂൺ മൈദയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് എടുത്ത് ബാറ്ററിലോട്ട് ഇടുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് അടിയിൽ പോവും. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈദയുടെ പൊടിയും അതുപോലെ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഡ്രൈ ആയിട്ട് ഇതൊന്ന് പൊങ്ങി തന്നെ കിടക്കും. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഈ ബാറ്ററിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യല്ല. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലായിടത്തും ഒന്ന് ആവുന്നവരെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങളിങ്ങനെ എടുത്താലും ഇപ്പോൾ 3 കേക്ക് ആയതുകൊണ്ട് തന്നെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിക്കാൻ. ഇനി ഇതുപോലെ ഒരു പഴയ പാനോ അല്ലെങ്കിൽ ദോശക്കല്ല് ഏതെങ്കിലും ചൂടാക്കാൻ വെക്കണം. നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു കുഴിയുള്ള നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കണം. ഇപ്പോൾ കുഴിയുള്ള നോൺ സ്റ്റിക്ക് പാൻ ഇല്ലെങ്കിൽ ഒരു കുഴിയുള്ള ഫ്രൈ പാൻ ആയാലും മതി. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പെട്ടെന്ന് കരിയാതെ ഇളകി കിട്ടും. അപ്പോൾ ഇതുപോലെ പഴയ പാൻ അല്ലെങ്കിൽ ദോശക്കല്ലായാലും മതി. ദോശക്കല്ലൊക്കെ ആകുമ്പോൾ നല്ല ചൂട് കിട്ടും. ഇതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് ഇതുപോലെ ബ്രഷ് ചെയ്തെടുക്കണം. കേക്കിൻ്റെ ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നവരെ നന്നായിട്ട് ഈ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ വെച്ച ആ പഴയ പാനിലോ അല്ലെങ്കിൽ ദോശക്കല്ലിൻ്റെ പുറത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് വേണം നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ വെക്കാൻ. അങ്ങനെ ആയാലേ കേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കുന്നതേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിയെടുക്കണം. എങ്കിലേ നന്നായിട്ട് കേക്ക് റെഡിയായി വരുള്ളൂ. ഇനി ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ബാറ്ററിൻ്റെ കൂടെ ഇട്ടാലും മതി. ഇനി ഇതുപോലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഈ ഫോയിൽ പേപ്പറിൽ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹോൾസ് ഇട്ടിട്ട് വേണം ഇങ്ങനെ കവർ ചെയ്യാൻ. അതിനുശേഷം നമുക്കിതിൻ്റെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ആവിയൊന്നും പുറത്ത് പോവാതെ നന്നായിട്ട് അടച്ച് വെക്കണം. ഇനി ഇത് ഏറ്റവും ചെറിയ തീയിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. കേക്ക് നല്ല പൊങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ചായി നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്പഞ്ച് പോലെ ഇരിക്കുവാണ് കേക്ക്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.